True Cup, India's best menstrual cup designed by a team of doctors. Log into our website for exciting offers. കുറേ നേരത്തെ കരയാനാണ് തോന്നിയത്. കുറച്ച് നേരം ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റും. ആ അമ്മയുടെ സങ്കടവും അതും എല്ലാം വീഴുന്നതും എല്ലാം നമുക്കറിയാം, അതല്ല എങ്കിലും നമ്മൾ അതിന് ഒന്നും പറഞ്ഞിരിക്കുമല്ലേ. അത് നമ്മൾ സാധാ ഒരു വീട്ടമ്മേനെ പോലെ തന്നെയാണ് അത് ആ പടം കാണുന്നത്. മകൻ പോകുമ്പം ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, അത് തന്നെ. കാരവാനിലോട്ട് പോണ സമയത്ത് ഈ അവിടെ നിന്ന് ആൾക്കാരോ എന്നോട് സംസാരിച്ചു, ഇത് ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ നടന്ന കഥയാണ് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഗണേനോട് ചോദിച്ചു ഇത് ട്രൂ സ്റ്റോറി ആണോ, അപ്പൊ അതെ എന്നപ്പോഴാ പറയുന്നത്. ബാസിനോട് പറഞ്ഞു നന്നായെന്ന് പറയുമ്പോഴത്തേക്കും ബാസി പറഞ്ഞു അമ്മയുടെ കല കേൾക്കണമെന്നും പറഞ്ഞിട്ടാണ് ബാസി. നമ്മൾ അമ്മേന്ന് തന്നെ വിളിച്ചിട്ടാ ചേർത്ത് നിർത്തുന്നത്. ഒരു ആർട്ടിസ്റ്റാണെന്നുള്ള ഫീല് പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെ അമ്മ വാ എന്നും പറഞ്ഞ് തന്നെ വിളിച്ച് നിർത്തിയത്. നമുക്ക് അവരെ കാണുമ്പോൾ എന്ത് സന്തോഷം എന്തറിയോ, അവർ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. നമുക്ക് മക്കളെ പോലെയായിരുന്നു സത്യം പറഞ്ഞ. ചെല്ലുമ്പോഴേ നമ്മൾ ഹഗ് ചെയ്ത് വാന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകും. എല്ലാവരും ഒന്നിനോടൊന്നും മെച്ചപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പടം വിജയിക്കുന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഇപ്പോൾ പടം കണ്ടിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാറ്റമില്ല അവർക്ക്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇത് കാണുമെന്ന് ഡൗട്ടാണ്. ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ എങ്ങനെ വരണമെന്നൊന്നും അറിയില്ലല്ലോ. എൻ്റെ മോൻ ഇങ്ങനെ ഓഡീഷനൊക്കെ പോണ സമയത്ത് ഞാനൊരു സോങ്ങിന് ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്നിട്ട് പറയും ബാ എന്ന് പറഞ്ഞു. അവരാണ് എൻ്റെ സപ്പോർട്ട്. അമ്മ ആരാണ് മക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ അടുത്തൊന്നും പറയണം. പക്ഷെ എനിക്ക് നേരെ തിരിച്ചു പറയാം, അവർ എൻ്റെ മക്കളാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ആ കഴിവുണ്ട്, നിനക്ക് ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നീ എന്നിട്ടാ വിളിക്കണ. അവർ രണ്ടുപേരും അവരെൻ്റെ ഇപ്പൊ പറയുന്നു. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇന്ന് റിലീസായ നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സിലെ നമ്മുടെ സ്വന്തം ശ്രീനാഥ് ചേട്ടൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്ത് നമ്മുടെ റിനി ചേച്ചിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. റിനി ചേച്ചി സ്വാഗതം. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം റിനി ചേച്ചി അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എനിക്ക് പേഴ്സണലി. അതായത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയായിട്ട് ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം, എക്സ്ട്രാ സന്തോഷമുണ്ട് എനിക്ക്. ചേച്ചി എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ട് തോന്നുന്നു അല്ലേ? വലിയൊരു വിശേഷം തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇന്ന് റിലീസായി. ഒരുപാട് റെസ്പോൺസ് ഒക്കെ ഇതിനോടകം വന്നു കാണല്ലേ ഈ ഒരു സമയം കൊണ്ട് തന്നെ? വിളിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി മഞ്ഞുമൽ ബോയ്സിലേക്ക് ചേച്ചി എങ്ങനെയാണ് വരുന്നത്? മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ ആദ്യമേ ഓഡിഷൻ കൊടുത്തിരുന്നു. പക്ഷെ അവരത് പിന്നെ ചെറിയൊരു വേഷത്തിലൊക്കെ ആയിരുന്നു. അവര് ഈ രത്നമ്മ എന്ന ക്യാരക്ടറിന് വേണ്ടി അവർ ഒരുപാട് പേര് കണ്ടു. അപ്പോൾ അതൊന്നും അവർക്കായില്ല. പിന്നെ മോൻ വഴിയാണ്, മോനാണ് ഒരു ഇങ്ങനെ ഓഡീഷന് പോയപ്പോഴത്തേക്കും, മോനും ആക്ടറാണ്, മോൻ ഓഡീഷൻ പോയപ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കണ്ടിട്ട് സംസാരിച്ചു. അപ്പോൾ അമ്മയുടെ പെർഫോമൻസ് വല്ലതും കൊണ്ട് കൊടുക്കും. അപ്പോൾ കെൻബി ഇംഗ്ലീഷ് എന്നും പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ ഒരു പെർഫോമൻസ് വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ അവർ വിളിച്ചു. അങ്ങനെ ചെന്ന് കണ്ടു, ജസ്റ്റ് ഒന്ന് കാണാനാണെന്നും പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ അന്ന് അവിടെ ചിദംബരവും ഗണയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, സംസാരിച്ചു. ഇങ്ങനെ ആദ്യം നമ്മൾ ഓഡിഷന് പോകുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇത്രയും വലിയൊരു പടമാണ്, ഇത്രയൊരു ഫുൾ ക്രൂ, കാരണം ടെക്നീഷ്യൻസ് കൂടെ അഭിനയിക്കുന്നൊരു പടമാണ് നമ്മൾക്കറിയാവുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പടം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു ഓഡിഷൻസിന് പോകുമ്പോൾ? ഒത്തിരി പിള്ളേരുണ്ടെന്ന് നമുക്ക് എല്ലാവരും കൂടിയല്ല, വലിയ ആക്ടേഴ്സ്. അപ്പൊ അവർ സംസാരിക്കണൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചപ്പോ വലിയ പടമാണ്. ഇത്രയും വലുതാന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളൊരു മൂവി എന്നുള്ള രീതിയിൽ ഇതൊരു എന്താ പറയണ, നമുക്ക് പറയാൻ പറ്റൂല. എല്ലാ തലങ്ങളും കഴിഞ്ഞിട്ടൊരു അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. അത് എല്ലാവരോടും എനിക്ക് ഒത്തിരി. ഇപ്പം എപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാണ് എന്ന്? എപ്പോഴാണ് അറിഞ്ഞത്? സിനിമയുടെ ലൊക്കേഷൻ ചെല്ലുമ്പോഴാണോ അതോ കഥ നേരത്തെ പറഞ്ഞിരുന്നോ കംപ്ലീറ്റ്ലി? ഇല്ല, അവരവിടെ ചെന്നിട്ട് ഓരോന്ന് പറയുവാണ്. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവരെ റിയാക്ഷന് ചെയ്തു നന്നായിട്ട് ചെയ്തു ക്രൂ മെമ്പേഴ്സ് പറയുമല്ലോ നമ്മളോട്, ആർട്ടിസ്റ്റും. അപ്പം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ആണോ നമുക്കത്
അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ള. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ചേച്ചിയുടെ രത്നമ്മ എന്നുള്ള ക്യാരക്ടർ, ശ്രീനാഥേട്ടന്റെ അമ്മയുടെ ക്യാരക്ടർ. അപ്പോൾ ശരിക്കും ഇതിപ്പോ നമ്മുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പം നമ്മൾ അവരെയൊക്കെ കണ്ടു. അപ്പൊ ചേച്ചി ഇതിനു മുമ്പ് ആ ഒരു എന്തായാലും ആ അമ്മയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ ശരിക്കും റിയൽ ലൈഫിൽ? ഇല്ല, ഞാനവിടെ ഷൂട്ടിട്ട സമയത്ത് നടന്ന ക്യാരവാനിലോട്ട് പോണ സമയത്ത് ഈ അവിടെ നിന്ന് ആൾക്കാരോ എന്നോട് സംസാരിച്ചു, ഇത് ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ നടന്ന കഥയാണ് കേട്ടോ, ഇത് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മള്. അപ്പൊ ഞാൻ ഗണേനോട് ചോദിച്ചു, ഇത് ട്രൂ സ്റ്റോറി ആണോ? അപ്പൊ അതെ എന്നപ്പോഴാ പറയുന്നത്. അപ്പൊ അമ്മയെ കണ്ട് നേരത്തെ സംസാരിച്ചൊന്നുമില്ല? ഇല്ല, കണ്ടില്ല. അപ്പം ഇവര് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അവർ സംസാരിച്ച് കാണുമായിരിക്കുമല്ലോ ഓഫ് കോഴ്സ് അമ്മയുടെ ആ ഒരു വികാരങ്ങൾ, ആ സമയത്തെ ഇമോഷൻസ് ഒക്കെ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പം ചേച്ചിനോട് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെയാണ് ഈ ക്യാരക്ടർ പിടിക്കേണ്ടത്, ഇതിന്റെ മീറ്റർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ സംഭവം പറഞ്ഞു തന്ന ഇപ്പൊ ക്ലൈമാക്സ് ആണ് നമുക്ക് എൻ്റെ സെക്കൻഡ് ഡേയിൽ അത് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, മോൻ ഇങ്ങനെ വീണിട്ട് രക്ഷപ്പെടുത്തിയിട്ട് അവനോട് കുറെ വെറുപ്പ് കാണിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അറിയുന്നത് ഇത് ഇങ്ങനെയാണെന്ന്. അപ്പൊ അവനോടുള്ളൊരു ഒരു എന്താ പറയാ, ഒരു സങ്കടം പറച്ചിലും ഒരു സന്തോഷവും ഒരു പശ്ചാത്താപവും ആണ് ഇവിടെ കാണേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അത് നമ്മള് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ സ്പോയിലർ അലേർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അധികം കൂടുതൽ അതേപറ്റി സംസാരിക്കാത്തത്. ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ഭയങ്കര ഹാപ്പി ആയിരിക്കും, എന്തിനാ പോലും ആ സിനിമയുടെ ഭാഗമാണ്. അപ്പം അത് സിനിമയെ തിയേറ്ററിൽ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്കെന്ന് പറഞ്ഞാല് കുറെ നേരത്തെ കരയാനാണ് തോന്നിയത്. കുറച്ചു നേരം ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റും. നമ്മൾ അതിന്റെ ഭാഗമായതിന്റെ സന്തോഷം നമുക്ക് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ ഭാഗമായി നമ്മൾ അതിൽ വന്നു. അത്ര നമുക്ക് ഒരു അവസരം അവർ തന്നു. അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ആ അമ്മയുടെ സങ്കടവും അതും എല്ലാം നമ്മൾ ചേച്ചി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. കാരണം ചെറിയൊരു ക്യാരക്ടർ ആയിരിക്കും ആദ്യം എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് സിനിമയുടെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെ കിട്ടി. അപ്പൊ ആ സമയത്ത് ടെൻഷനൊക്കെ കാണത്തില്ല? കാരണം എനിക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കൈ കിട്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ക്രൂവിനൊപ്പം തന്നെ ഞാനും പിടിച്ചു നിൽക്കണം. അപ്പം ആ ഇമോഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വരണം. അപ്പം അതിലേക്ക് എന്ത് പ്രിപ്പറേഷൻ ഒക്കെയാണ് എടുത്തത്? ആദ്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അറിയില്ല ഇത് ഇത്രയും വലിയ ക്യാരക്ടറാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മളോട് പറയുന്നത് അപ്പൊ അത് അങ്ങോട്ട് ചെയ്തു പോയി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വിളിച്ചു ഇവിടെ നിന്ന് വിളിച്ചതൊക്കെ. അപ്പൊ നമ്മുടെ മുൻപത്തെ ആൾക്കാരൊക്കെ ഡയറക്ടർ പറഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോഴും നമ്മള് അങ്ങനെയാണോ എന്ന് മനസ്സിലാക്കണം. ഒരു വലിയ കാര്യമാണ്. അപ്പൊ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ശരിക്കും എന്ത് തോന്നി? കാരണം നമ്മൾ ആ ഒരു പ്രോസസ്സ് ലൊക്കേഷനിലൊക്കെ നമ്മൾ കാണുന്നതാണ്, പക്ഷെ ഇത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് ആണല്ലോ, ഒരു അനുഭവമാണ്, വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പൊ എന്ത് തോന്നി? ഫുൾ പടം നമ്മളും ഈ വീഴുന്നതും എല്ലാം നമുക്കറിയാം, അതല്ല എങ്കിലും നമ്മൾ അതിന് ഒന്നും പറഞ്ഞിരിക്കുമല്ലേ. അത് നമ്മൾ സാധാ ഒരു വീട്ടമ്മേനെ പോലെ തന്നെയാണ് അത് പടം കാണുന്നത്. ആ ഒരു മകൻ പോകുമ്പം ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, അത് തന്നെ. പിന്നെ വേറൊരാൾ രക്ഷിക്കണതും അത് ഭയങ്കര ഇതിൽ തന്നെ നോക്കി കണ്ടിരുന്നത്. ഇപ്പൊ സുഭാഷിന്റെ അമ്മയായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇതിനോടകം റിയൽ ലൈഫ് സുഭാഷിനെ കണ്ടു കാണും, സംസാരിക്കാനും പറ്റി കാണും. അപ്പൊ സംസാരിക്കാൻ പറ്റിയിരുന്നു? ഇല്ല, പറ്റിയില്ല. അവിടെ നിന്നു ഞാൻ സംസാരിക്കും. അപ്പൊ അവര് ഭയങ്കര തിരക്ക്. അപ്പൊ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര തിരക്ക് അവര്. ഇപ്പൊ ഇത് കഴിഞ്ഞ് റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ടീംസ് പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും ഇപ്പൊ ഞാൻ ബാസിനോട് പറഞ്ഞു നന്നായെന്ന് പറയുമ്പോഴത്തേക്കും ബാസി പറഞ്ഞു അമ്മയുടെ കാലം കേൾക്കണമെന്നും പറഞ്ഞിട്ടാണ് ബാസി. എല്ലാവരും ബാലു വർഗീസ്, ബാലു ഒത്തിരി പറഞ്ഞു. ബാലു അന്നേ പറഞ്ഞായിരുന്നു എന്നോട്, ചേച്ചി അടിപൊളിയാന്ന്, ചേച്ചിയൊക്കെ നന്നായിട്ടോ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോഴും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ചന്തു, അഭിരാം, എല്ലാവരും നല്ല സപ്പോർട്ടും ആയിരുന്നു. അവരെല്ലാവരും ചിത്തു, ഗണേം, അഭിജിത്ത്, എല്ലാവരും, സുമിൻ, എല്ലാവരും പേരെടുത്ത് പറ, അനിലി, ശ്രീരാഗ്, എല്ലാവരും പേരെടുത്ത് പറയണം. അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവരൊക്കെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ഓരോ ഇമോഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ബിനു ചീഫ് അസോസിയേറ്റ് ബിനു, എല്ലാവരും നല്ല
നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഒരു യുവാക്കളുടെ ഒരു ഹരമാണ് ശ്രീനാഥ് ബാസി. അപ്പൊ ശ്രീനാഥേട്ടന്റെ കൂടെ ഉള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മകനായിട്ട് അഭിനയിക്കുമ്പോഴും അബൌട്ട് ഹിസ് ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മൾ അമ്മേന്ന് തന്നെ വിളിച്ചിട്ടാ ചേർത്ത് നിർത്തുന്ന. അപ്പൊ അത് നമുക്ക് അവിടെ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഫീല് പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. അമ്മ മകൻ പോലെ തന്നെ നമ്മൾ ചേർത്ത് നിർത്തിയത്. കാരണം അങ്ങനെ തന്നെ അമ്മ വാ എന്നും പറഞ്ഞ് തന്നെ വിളിച്ചു നിർത്തിയത്. ഈ ക്രൂ ഫുൾ സത്യം പറഞ്ഞാൽ ചിൽ വൈബുള്ള ഒരു ക്രൂ ഓ അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരെന്ത് നമുക്ക് അവരെ കാണുമ്പോ എന്ത് സന്തോഷം എന്തറിയോ, അവര് അടിച്ചു പൊളിച്ച് നടക്കുന്നത്. സിനിമ നമ്മളിങ്ങനെ ഭയങ്കര ഇമോഷണലി കണ്ടാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൊക്കേഷനിലൊക്കെ ഭയങ്കര ഫണ്ണായിരിക്കില്ല, കാരണം അത്രത്തോളം ചില്ലായിട്ടുള്ള ആളുകൾ അങ്ങനെ തന്നെ ആയിരുന്നോ ലൊക്കേഷനിലൊക്കെ? ഞാൻ അധികം ചെന്ന് നിന്നിട്ടില്ല. ചെല്ലുമ്പോൾ നമ്മള് ഭയങ്കര സന്തോഷിച്ച് തന്നെ പോരുമായിരുന്നു. ചേച്ചി ഇതിനു മുമ്പ് ഏതൊക്കെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇതിന് തൊട്ടും പറഞ്ഞത് ഓസ്ലർ, ശരിയാണ്, ഓസ്ലറില് അന്വേഷിപ്പും കണ്ടെത്തും, പിന്നെ ഇലവിഴാപ്പുഞ്ചിറ, അങ്ങനെ കുറച്ച്. ഓ മലയാള സിനിമയുടെ ഭാഗമാണ് ഇപ്പം. ചേച്ചിയിലത് ഇപ്പൊ സിനിമ ഇറങ്ങുന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഈ സിനിമ പോയി കാണുമ്പോഴത്തേനും ചേച്ചി എപ്പോഴും തിയേറ്ററിൽ കാണാം റിനി ചേച്ചി എന്ന് ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. ചേച്ചി ആക്ച്വലി എങ്ങനെയാണ് നമ്മുടെ ഒരു സിനിമ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? പണ്ട് മുതലേ ആഗ്രഹമായിരുന്നോ അതോ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണോ? ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ എങ്ങനെ വരണമെന്നൊന്നും അറിയില്ലല്ലോ. എൻ്റെ മോൻ ആക്ടറാണ്. എൻ്റെ മോൻ ഇങ്ങനെ ഓഡീഷനൊക്കെ പോണ സമയത്ത് ഞാനൊരു സമയം ഒരു ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്നിട്ട് പറയും ബാ എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഓഡീഷന് പോയി. അപ്പോൾ സിനിമയിൽ അങ്ങനെ വന്നതാ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഡയറക്ടർമാർക്കൊക്കെ ഇതൊക്കെ ഫോട്ടോസും ഒക്കെ. അപ്പം ഗിരീഷ് ഏടിയാണ് നമ്മൾ അർച്ചന തെറ്റുമല്ലോട്ട് അനിലിനോട് പറഞ്ഞത്. ഫസ്റ്റ് ഡയറക്ടർ അനിലാണ്. ഫസ്റ്റ് പടം അർച്ചനയായിരുന്നു. അവിടെ ഞാനും ചേച്ചിയും അമ്മയും മകളുമായിട്ടാണ്. അത് വലിയ കോയിൻസിഡൻസ് ആണ്. ഓക്കെ, ഇപ്പൊ എത്രത്തോളം ഒരു ഹാപ്പിയാണ് ചേച്ചി? കാരണം ഒരു വേറൊരു ഗ്രോത്തിന്റെ ഒരു സ്റ്റേജ് എന്ന് തന്നെ പറയാൻ പറ്റും അല്ലെ, ഇത്രയും വലിയൊരു ക്യാരക്ടർ. അപ്പം എത്രത്തോളം ഹാപ്പിയാണ് ചേച്ചി? ഇപ്പോഴത്തെ സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മള് ഒരു പടം വിജയിക്കണം, പടം വിജയിച്ചാലേ നമ്മളൊക്കെ അറിയപ്പെടുത്തുള്ളൂ. അപ്പൊ അതും ആവണം. പടം വിജയിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ എല്ലാവരും പ്രതീക്ഷക്ക് അപ്പുറമായിട്ട് ഇപ്പോൾ പടം കണ്ടിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. നല്ല പടം, നല്ല മൂവി, എല്ലാവർക്കും അതിൻ്റെ ആർട്ട് എല്ലാം, പാട്ട്, ആർട്ട്, ഡയറക്ഷൻ എല്ലാം നല്ല. ചേച്ചി ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? നമ്മള് ആർട്ട് കാര്യങ്ങള് കണ്ടിരുന്നു. അതൊക്കെ എവിടെയായിരുന്നു? ഇതിന്റെ മെയിൻ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? ഇത് മഞ്ഞുമല തന്നെയായിരുന്നു. വീടൊക്കെ ചെയ്തത് മഞ്ഞുമല തന്നെയായിരുന്നു. പിന്നെ ഈ മറ്റേ ഗുണ കേവ്, എന്താണ് സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞ, ആലുവ കഴിഞ്ഞിട്ട് പെരുമ്പടപ്പ് തന്നെയല്ലേ? പെരുമ്പാവൂർ. അവിടെ വെച്ച അവിടെ ഒരു ഗോഡൌൺ എടുത്തിട്ട് ഭയങ്കര വർക്കായിരുന്നു. അത് കാണേണ്ടതാണ്. പിന്നെ ഞാൻ കണ്ട്, എന്നെ കൊണ്ട് നടന്ന് എന്നെ ആദ്യം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ എടുത്തപ്പോ എന്റെ ആർട്ട് ഡയറക്ടർ അജയൻ സാറ് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അഭിജിത്ത് പറഞ്ഞു ചേച്ചി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ കൊറേ ഫോട്ടോ ഒക്കെ എടുത്ത് ആ കേവിന്റെ അവിടെയൊക്കെ നിന്നിട്ട് അതൊക്കെ എന്ത് നന്നായിട്ടാ ചെയ്തേക്കണെന്നറിയാവോ? പറയാതിരിക്കാൻ വയ്യേട്ടാ. അത് വലിയ കല്ല് ഒക്കെ കൊണ്ടുവന്ന്, ഉരുളങ്കല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. ഒരു റിയൽ ഉരുളങ്കല്ലുകളൊക്കെ എന്തുമാത്രം ഉരുളങ്കല്ലുണ്ട്. നല്ല ആർട്ട് വർക്ക്. ഇതിൽ ഏറ്റവും നമ്മള് എന്താ പറയുക അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ആർട്ട് ഡയറക്ടർക്കായിരിക്കും അല്ലേ? അപ്പം ചേച്ചിക്ക് ഈ ഒരു മൂവിയിൽ ഇപ്പൊ സിനിമ കണ്ടിറങ്ങി ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്, അല്ലെങ്കിൽ ആരുടെ അഭിനയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും ഒന്നിനോടൊന്നും മെച്ചപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. എല്ലാവരും അവരവരുടേതായ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായെന്നല്ല പറയണ്ട, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇത് കണ്ടിട്ട് ഇപ്പം ഞാനാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഫ്രീസായി പോയ ചില മൊമെന്റ്സ് ഉണ്ട്. കാരണം എനിക്ക് പറ്റുന്നില്ലത്. ഇപ്പം നമ്മളിങ്ങനെ ആകാംക്ഷയോട് കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേച്ചിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സീനുണ്ടോ ഇത് കണ്ടപ്പോ? അത് സുഭാഷ് കിടക്കുന്ന സീന്. സുഭാഷ് കിടക്കുന്നത് തലയടിച്ച് വീണിട്ടത് നമുക്കറിയാൻ കൂടി അത് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നെഞ്ചു പൊട്ടിപ്പോണ പോലത്തെ ഒരു വേദനയായിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക്. പിന്നെ
അങ്ങനെ നമ്മൾ കുട്ടൻ ചെല്ലുന്നതും അങ്ങനെ ഒരു ആള് റിയൽ ലൈഫിൽ അങ്ങനെ ഒരാള് രക്ഷപ്പെടുത്താൻ ആരും ചെല്ലില്ല. ഇന്നത്തെ കാലത്താണ് ആരും ചെല്ലില്ല. അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. അതെ അതെ അതെ, അത്രയും നന്മയുള്ള മനുഷ്യര്, അത് ഭയങ്കര കാര്യമാണ്. ഇതിപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗമാണ് ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത്. അപ്പൊ എല്ലാരും ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് എന്താണ് സംഭവം, എന്താണ് മഞ്ഞുമൽ ബോയ്സ്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പം ചേച്ചി ഈ സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അറിയാമായിരുന്നോ, ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പണ്ട്? ഇല്ല ഇല്ല ഇല്ല, അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് രണ്ടാം ദിവസമാണ് എന്നോട്, ഞാൻ നടന്നു പോരുമ്പോഴത്തേക്കും അവിടെ ഉള്ള താമസിക്കുന്ന ആൾക്കാരില്ലേ അന്നേ അഭിനയിക്കുന്നല്ലേ, അപ്പം അതെ ഇത് ഇവിടെ നടന്നത് കഥയാണ് കേട്ടോ എന്ന് അവര് പറയുന്നത്. അപ്പോഴാണ് അറിയുന്നത്, അതിന് മുമ്പൊന്നും അറിയില്ലായിരുന്നു നമുക്ക്. അവര് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ നോർമലി നമ്മുടെ ഒരു നാട്ടില് ഈ ആമ്പിളര് ഗ്യാങ് എന്നൊക്കെ പറയുമ്പോഴേ ഇവര് പറയുന്നത് വേറെ രീതിയിലായിരിക്കും. അത് നമ്മൾ മൂവിയിലും കാണുന്നുണ്ട്, തലകുറിച്ചത് ഇതുങ്ങളെ കൊണ്ടൊന്നും പോകാമല്ലോ. പക്ഷെ അതൊക്കെ മാറ്റിമറിക്കുന്ന, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വരുമ്പോഴത്തേന് എന്താ പറഞ്ഞാൽ അവരെത്ര തലതിരിച്ചവരായിക്കോട്ടെ, പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോഴത്തേന് ഈ കൂടെ നിൽക്കാന്ന് പറയുന്ന ഒരു സംഭവം ഫ്രണ്ട്സ്. അതിന് ഇപ്പൊ നമുക്കറിയാം, എന്റെ മോനൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മാറ്റമില്ല അവർക്ക്. അത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇത് കാണുമെന്നുണ്ടാവും. ഇത്രയും 900 അടി താഴത്തേക്ക് പോയ ഒരാളെ കൊണ്ടുവരാനായിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി ചെന്നു എന്ന് പറഞ്ഞാല് ആവും. അപ്പോൾ നമ്മൾ ഈ ഇതിന്റെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ചിദംബരം സാർ, അപ്പം സാറിന്റെ കൂടെ ഉള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയണ, നമുക്ക് മക്കളെപ്പോലെയായിരുന്നു സത്യം പറഞ്ഞ. ചെല്ലുമ്പോഴേ നമ്മൾ ഹഗ് ചെയ്ത് വാന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകും. സൗബിനാണെങ്കിൽ അവർക്കൊക്കെ എന്താ ഇത്രയും വലിയ ആക്ടറാണ്. നമ്മൾ ചെല്ലുമ്പോഴേ വന്ന് കെട്ടിപ്പിടിച്ച് വാ ചേച്ചി വന്നിരിക്കും പറഞ്ഞിട്ട്, ഞാനും സൗബിനും കൂടി ഇലവിഴ പുഞ്ചിറയിൽ ഒരുമിച്ചുണ്ട്. അപ്പോൾ വാ ചേച്ചി വന്ന് അവരുടെ ഒപ്പം കൊണ്ട് നമ്മൾ ചെറിയൊരാളാണ്, എന്നിട്ട് പോലും അവരൊപ്പം നമ്മളെ കൊണ്ട് ഇരുത്തിയും സന്തോഷം, ഭയങ്കര സന്തോഷം. അതുപോലെ ക്യാമറ തന്നെ പറയാതിരിക്കാൻ വയ്യ. സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പറയാം, അത് ഭയങ്കര സാറ് ഓരോന്ന് ചെയ്യാൻ സാറിന്റെ മുഖത്ത് നോക്കും, എങ്ങനെയാണെന്നറിയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഹോസ്റ്റലറാണ് ഇറങ്ങിയത് അല്ലേ? അപ്പം അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നോ? ജയറാമേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ല, നമ്മളെ വീടിന്റെ ഒരു സീന്. വീടും കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നുണ്ടല്ലോ, ഞാനാണല്ലോ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു ജയറാമേട്ടൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? അത് വെച്ചാല് അത് പ്രിൻസ് ആണ്, നമ്മള് പ്രിൻസ് ജോയ് ഇല്ലേ, അനുഗ്രഹീതൻ ആന്റണിയുടെ മിഥുൻ സാറാണ് അത് ചെയ്ത. പക്ഷെ പ്രിൻസ് ആണ് നമ്മളെ കാസ്റ്റ് ചെയ്തേക്കാം. പ്രിൻസ് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം ഇത്രയും വലിയ ആക്ടേഴ്സിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യാൻ ആ ഒരു പേടി വന്നാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം പോവും. അപ്പൊ ഞാൻ മനസ്സിൽ എന്തായിപ്പോ വേണ്ട, പേടിച്ചാൽ പോകും, എല്ലാം പോവും, വേണ്ട എന്ന് പറഞ്ഞ പിന്നെ ചെന്ന് നിന്നിട്ട് ചെയ്തു. ജയറാം സാറിന്റെ ഇതും അപ്പുറത്ത് ഒരു ഡിവൈസ് ആ സാറിന്റെ പേര് പറഞ്ഞു, രണ്ടുപേരും കൂടി എക്സലന്റ്. അതെനിക്ക് ഭയങ്കര അവാർഡായിരുന്നു അവർ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടത്. നോർമലി ഈ ടെൻഷനൊക്കെ ഉള്ള ആളാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അർച്ചനയിൽ വന്നപ്പോൾ ഈ ഒരു ചെറിയ ടെൻഷൻ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അർച്ചന ഇപ്പോഴാണ് ഓർത്തെടുക്കുന്നത്. ഇങ്ങനത്തെ ടെൻഷനുള്ള ആളാണ് നോർമലി. ടെൻഷൻ ഉണ്ടാവും നമ്മളാ കഥാപാത്രമായി തീരണ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ അതിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള സിനിമ കാണാൻ നിന്ന് മകനൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മക്കളും ഫാമിലിയും ഒക്കെ എല്ലാരും എന്ത് പറയുന്നു? അവരാണ് എൻ്റെ സപ്പോർട്ട്. മക്കളെന്നെ അമ്മ ആരാണ് മക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ അടുത്തൊന്നും പറയണം. പക്ഷെ എനിക്ക് നേരെ തിരിച്ചു പറയാം, അവര് എൻ്റെ മക്കളാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരാണ്. അവര് നിനക്ക് ആ കഴിവുണ്ട്, നിനക്ക് ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നീ എന്നാട്ടാ വിളിക്കണ. അവര് രണ്ടുപേരും എന്നെ എടി നീ എന്നൊക്കെ വിളിക്കും. അപ്പൊ അവര് തമ്മിൽ സംസാരിച്ചിട്ടാണ് ഓരോന്നും അവരെന്റെ ഇപ്പൊ പറയുന്നു. അതെ, അവരാണ് എന്റെ. ഇപ്പൊ ഇത്ര നേരം നമ്മളിങ്ങനെ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. ഇപ്പൊ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഫാമിലിയൊക്കെ
എവിടെയാണ് ചേച്ചി? കൊച്ചി തന്നെയാണോ? ഞാൻ ഇപ്പൊ കൊച്ചി കടാന്തര താമസിക്കുന്നു. ഹസ്ബൻഡും 2 മക്കളും. ഹസ്ബൻഡും ഫുൾ സപ്പോർട്ടാണ്, എല്ലാം ചെയ്തൊക്കെ തരും. നമ്മൾ പോകുമ്പോ കുടുംബമൊക്കെ കൊണ്ടുപോകണ പുള്ളി തന്നെയാണ്. 2 മക്കളും മോളും ഇപ്പോ ജോലി വിട്ടിട്ട് ഫിലിം ഫീൽഡിലോട്ട് കിടന്നു. മോൻ നേരത്തോട്ട് അങ്ങനെ തന്നെയാണ്. മോളും ചാൾസിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു അഹമ്മദ് കബീറിന്റെ ഒരു വെബ് സീരീസ് ചെയ്ത്. മോനിപ്പം ലാസ്റ്റ് ഇറങ്ങിയ മൃദുഭാവിതരുടെ ഫിലിം ചെയ്തിട്ടുണ്ട്. കുറെ സിനിമ ചെയ്തു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഇങ്ങനെ നോർമൽ നമ്മൾ വീടുകളിലൊക്കെ തമാശ പറയുന്ന പോലെ എപ്പോഴെങ്കിലും മോൻ പറഞ്ഞിട്ടുണ്ടോ, ഞാനാണ് ഇങ്ങനെ സിനിമയിലൊക്കെ വലിയ ആളാൻ വേണ്ടി നടന്നത്, ഇപ്പൊ അമ്മ എന്നെക്കാട്ടി മുമ്പേ കയറി പോകുന്നു എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടോ? അങ്ങനെ അതവർക്ക് അങ്ങനെ നമ്മൾ പറയാറില്ല. പക്ഷെ നമ്മള് സിനിമ സംസാര വിഷയമാണ് എപ്പോഴും. വീട്ടിലെപ്പോഴും സിനിമ തന്നെയാണ് എപ്പോഴും പറയുന്നത്. നമ്മൾക്ക് ഓരോ ആൾക്കാർ അഭിനയത്തെ പറ്റിയും ഡയറക്ഷനെ പറ്റിയും എല്ലാം സിനിമ തന്നെ സംസാരം എപ്പോഴും. അത് എനിക്ക് അങ്ങനത്തെ ഒരു കുടുംബം കിട്ടിയതും വലിയ സന്തോഷം. ഇനി ഏതൊക്കെ സിനിമകളാണ് വരാനുള്ളത്? ഇപ്പൊ ഒന്നും ചെയ്തു വെച്ചിട്ട് ഗോളം എന്ന് പറഞ്ഞൊരു അത് ചെറിയ സീനുള്ളൂ. പിന്നെ ഇനി മിഥുൻ സാറിന്റെ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോകുന്നു, അതാണുള്ളത്. എന്തായാലും അടിപൊളി, ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. ഇപ്പൊ ഞാൻ അവിടുന്ന് എന്താ പറയുക, സിനിമ കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാണ് വിശേഷങ്ങൾ ചോദിച്ചറിയാൻ. അപ്പൊ എന്തായാലും ഇന്നിപ്പോ റിലീസ് ആയതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സൂപ്പർ ഹിറ്റ് ആണല്ലേ. ഫസ്റ്റ് ഡേ തന്നെ അത്രത്തോളം റഷ് ഉണ്ടായിരുന്നു പടം കാണാൻ വേണ്ടി. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ്. ടിക്കറ്റ് കിട്ടുന്നില്ല എല്ലാവരും പറയണത്. അതെ. അപ്പൊ എന്തായാലും സിനിമ ഗംഭീരമാവട്ടെ. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് സമയം ആയതേ ഉള്ളൂ, ഇനിയായിരിക്കും കുറെ കൂടെ റെസ്പോൺസസ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ മോളായിട്ട് ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ച അർച്ചനയിൽ വന്നതാണ് സ്നേഹ എൻ്റെ ഒപ്പം. അപ്പൊ ആ സ്നേഹ എന്നെ ആദ്യത്തെ ഇന്റർവ്യൂ ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചേച്ചി ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ തന്നെയാണ് ചേച്ചി ആദ്യമായിട്ടൊരു ഓഡിഷനും വരുന്നത്. അപ്പം എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു സോ മച്ച്. Sensicare True Cup, India's best menstrual cup designed by a team of doctors. Log into our website for exciting offers.